Okay. Okay. So നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർപോളേഷൻ ആണ്. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് സെറ്റ് ഓഫ് വാല്യൂസ് തരും. സപ്പോസ് എക്സിന്റെ കുറച്ച് വാല്യൂസ് തന്നു 1 0 1 2 3 4 ഇങ്ങനെ എക്സിന് കുറച്ച് വാല്യൂസ് തരും. കറസ്പോണ്ടിങ്ലി വൈ വാല്യൂസും തരും. സപ്പോസ് 0.2 അല്ലെങ്കിൽ 0.7 0.9 11 1.1 2.2 ഇങ്ങനെ കുറച്ച് വാല്യൂസ് വൈക്കും തരും. ഇത് എന്നിട്ട് നമുക്ക് ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ചോദിച്ചു. സപ്പോസ് വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y at x is equal to some 1.5 ചോദിക്കുകയാണെങ്കിൽ അതെങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സ് അതിനെയാണ് എന്ത് പറയുന്നത്, ഇന്റർപോളേഷൻ എന്ന് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് കുറച്ച് എക്സ് വാല്യൂസ് തരും, കുറച്ച് വൈ വാല്യൂസ് തരും. ഓക്കെ, ഈ സീറോയിലുള്ള എക്സ് 0 ആകുമ്പോഴുള്ള വൈ വാല്യൂ ആണ് 0.2, എക്സ് 1 ആകുമ്പോഴുള്ള വാല്യൂ ആണ് 0.7. അങ്ങനെ കുറച്ച് വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഇടയിലുള്ള ഒരു വാല്യൂ ചോദിക്കുകയാണ്. സപ്പോസ് എക്സ് 1.5 ആകുമ്പോഴുള്ള വൈ വാല്യൂ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇന്റർപോളേഷൻ എന്ന് പറയാം. ഇന്റർപോളേഷൻ നമുക്ക് ബേസിക്കലി പഠിക്കാനുള്ള രണ്ട് ഇന്റർപോളേഷൻസ് ആണ്. ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് ഇന്റർപോളേഷൻസ് ആണ്. ഒന്ന് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ, മറ്റൊന്ന് ലഗ്രാഞ്ചേസ് ഇന്റർപോളേഷൻ. ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ, മറ്റൊന്ന് ലഗ്രാഞ്ചേസ് ഇന്റർപോളേഷൻ. First one, Newton's interpolation. Second one, Lagrange's interpolation. Okay. Newton's interpolation തന്നെ രണ്ടെണ്ണം ഉണ്ട്. Newton's forward interpolation, മറ്റൊന്ന് ന്യൂട്ടൺസ് ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ. ലഗ്രാഞ്ച് ഒരു ടൈപ്പ് തന്നെയുള്ളൂ, ബാക്ക്വേർഡ് ഇന്റർപോളേഷൻ. എപ്പോഴാണ് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ അപ്ലൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. സപ്പോസ് 0 5 10 15 ഇങ്ങനെയാണ് എക്സ് വാല്യൂസ് തന്നിട്ടുള്ളതെങ്കിൽ ഈ എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ഈക്വൽ ഇന്റർവെൽസ് എന്ന് പറയും. ഈക്വൽ ഇന്റർവെൽസ് ആണെങ്കിൽ നമ്മൾ അവിടെ ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ അപ്ലൈ ഫോർ ഈക്വൽ ഇന്റർവെൽ. ഇനി എക്സ് വാല്യൂസ് തമ്മിലുള്ള ഡിഫറൻസ് കോൺസ്റ്റന്റ് അല്ല, സപ്പോസ് 0 കഴിഞ്ഞാൽ പിന്നെ 2, പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് 5 ആണ്, പിന്നെ നമുക്ക് 9 ആണ്. അപ്പൊ അങ്ങനെ ഒരു തോന്നിയ പോലെയാണ് എക്സ് വാല്യൂസ്, അതായത് കോൺസ്റ്റന്റ് ആയിട്ടല്ല തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഫോർ അൺഈക്വൽ, അവിടെ ലഗ്രാഞ്ചേസ് ഇന്റർപോളേഷൻ അപ്ലൈ, ദാറ്റ് ഈസ് ഫോർ അൺഈക്വൽ ഇന്റർവെൽ. സോ ബേസിക് ഐഡിയ ഇതാണ്. ഇന്റർപോളേഷൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡിങ് ദ വാല്യൂ ഓഫ് വൈ ഫോർ ദി ഇന്റർമീഡിയറ്റ് വാല്യൂസ് ഓഫ് എക്സ്. നമുക്ക് കുറച്ച് എക്സ് വാല്യൂസ് അറിയാം, കുറച്ച് വൈ വാല്യൂസും അറിയാം. അങ്ങനെയാണെങ്കിൽ ആ എക്സിന്റെ തരാത്ത വാല്യൂസ്, ഇന്റർമീഡിയറ്റ് വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്ന പ്രോസസ്സിനെയാണ് ഇന്റർപോളേഷൻ എന്ന് പറയുക. ഇന്റർപോളേഷൻ നമുക്ക് രണ്ട് ടൈപ്പിൽ ചെയ്യാം. ന്യൂട്ടൺസ് ഇന്റർപോളേഷനും ചെയ്യാം, ലഗ്രാഞ്ചേസ് ഇന്റർപോളേഷനും ചെയ്യാം. ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ അപ്ലൈ ചെയ്യുക ഈക്വൽ ഇന്റർവെൽസ് ആണെങ്കിൽ, അതായത് എക്സിന്റെ വാല്യൂസ് ഈക്വൽ ഡിസ്റ്റൻസിലാണെങ്കിൽ നമുക്ക് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ അപ്ലൈ ചെയ്യാം. മറ്റേ അൺഈക്വൽ ഇന്റർവെൽസ് ആണെങ്കിൽ നമുക്ക് അവിടെ ലഗ്രാഞ്ചേസ് ഇന്റർപോളേഷൻ അപ്ലൈ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ബേസിക് ഐഡിയ. സോ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ. ഓക്കെ, ന്യൂട്ടൺസ്. അപ്പൊ അതിൽ തന്നെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ. ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ വേണമെങ്കിൽ ബ്രാക്കറ്റിൽ ചെയ്താൽ ഫോർ ഈക്വൽ ഇന്റർവെൽ. ഈക്വൽ ഇന്റർവെൽസിനാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്യാം, ഫോർ ഈക്വൽ ഇന്റർവെൽ. ആദ്യം ഫോർമുല പഠിക്കുക, മെത്തേഡ് പഠിക്കുക, അത്രേ ഉള്ളൂ. വേറെ കൂടുതലൊന്നും ഇതിൽ മനസ്സിലാക്കാനില്ല. ഫോർമുല yn is equal to yp എന്ന് വിളിക്കാം. yp is equal to y0 plus
p into delta y naught, okay, plus p into p minus 1 by 2 factorial into delta square y naught plus p into p minus 1 into p minus 2 divided by 3 factorial into delta cube y naught plus etc. So that is for formula for Newton's forward interpolation. Yp is equal to y naught plus p into delta y naught plus p into p minus 1 by 2 factorial into delta square y naught plus p into p minus 1 into p minus 2 by 3 factorial into delta cube y naught plus etc. So where p is equal to okay, where p is equal to p equation x minus x naught by h. P is equal to x minus x naught by h and delta y naught, delta square y naught, delta cube y naught are called Newton's forward finite differences. Newton's forward finite differences. So this is the basic equation for Newton's forward interpolation. Yp is equal to y naught plus p into delta y naught plus p into p minus 1 by 2 factorial into delta square y naught plus p into p minus 1 into p minus 2 by 3 factorial into delta cube y naught plus etc. Where p is equal to x minus x naught by h, delta y naught, delta square y naught, delta cube y naught etc. are called Newton's forward finite differences. Okay. So ഈ ഒരു ഫോർമുല നിങ്ങൾ കാണാതെ പഠിക്കണം. ഇതിൽ പി കാണുന്ന ഇക്വേഷൻ കാണാതെ പഠിക്കണം. ഓക്കെ. സോ നമുക്ക് ഇനി ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. പ്രോബ്ലം ക്യാൻ ഐ ക്ലിയർ ദിസ്? ക്ലിയർ ചെയ്യട്ടത് എഴുതിയെടുക്കും. കംപ്ലീറ്റ് ആയിട്ടില്ല, ഒന്ന് കാണിക്കാം. ഉറപ്പായിട്ടും ഫോർവേഡ് ഇന്റർപോൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഒരു ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. 7 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും. കഴിഞ്ഞോ? കഴിഞ്ഞൊന്ന് പറയണേ. Can I clear this? ക്ലിയർ ചെയ്തു. അർച്ചനയുടെ കഴിഞ്ഞോ? കഴിഞ്ഞു സാറേ. Okay, fine. Then first question. Using Newton's forward interpolation formula, find f of 1.02. Find f of 1.02 from the following data. Data ഇതാണ്. X values തന്നിട്ടുണ്ട് 1.0, 1.1,
1.2, 1.3, 1.4. f of x തന്നിട്ടുണ്ട് 0.841, 0.891, 0.932, 0.964, 0.985. ഇതാണ് വാല്യൂസ്. ഇതിൽ 1.02ന്റെ വാല്യൂ ആണ് ചോദിച്ചിട്ടുള്ളത്. 1.02ന്റെ വാല്യൂ 1.02ന്റെ വാല്യൂ തന്നിട്ടില്ല. നമുക്ക് 1 കഴിഞ്ഞാൽ പിന്നെ 1.1 ആണ് തന്നിട്ടുള്ളത്, പിന്നെ 1.2 ആണ് തന്നിട്ടുള്ളത്, 1.3 ആണ് തന്നിട്ടുള്ളത്, 1.4 ആണ് പിന്നെ തന്നിട്ടുള്ളത്. സോ നമുക്ക് കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ളത് 1.02 ആണ്. അപ്പൊ അതിന് നമ്മൾ ന്യൂട്ടൺസ് ഫോർവേഡ് ഇന്റർപോളേഷൻ ഫോർമുല യൂസ് ചെയ്യണം. സോ എങ്ങനെയാണ് യൂസ് ചെയ്ത് ചെയ്യാൻ നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമ്മൾ പി കണ്ടുപിടിക്കാം. ഓക്കെ, പിയുടെ ഇക്വേഷൻ എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. പി ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് എക്സ് നോട്ട് ബൈ എച്ച് ആണ്. അപ്പൊ ഇവിടെ എക്സ് നോട്ട് എന്ന് പറയുന്നത് ഇനീഷ്യൽ വാല്യൂ, ഫസ്റ്റ് വാല്യൂ ഏതാണോ അത് ഞാൻ എക്സ് നോട്ട് എന്ന് പറയും. ഓക്കെ, എക്സ് നോട്ട് ഇസ് ദ ഫസ്റ്റ് വാല്യൂ. എച്ച് എന്ന് പറയുന്നത് ഇന്റർവെൽസ് തമ്മിലുള്ള ഡിഫറൻസ്, അതായത് എക്സ് വാല്യൂസ്, ഡിഫറൻസ് ഓഫ് എക്സ് വാല്യൂസ്, ഡിഫറൻസ് ഓഫ് എക്സ് വാല്യൂ അത് കോൺസ്റ്റന്റ് ആയിരിക്കും, അതായത് അത് ഈക്വൽ ആയിരിക്കും. ഓക്കെ, ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ന്യൂട്ടൺസ് ഇന്റർപോളേഷൻ യൂസ് ചെയ്യാൻ പറ്റൂ. സോ എക്സ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ, നമുക്ക് ഏത് പോയിന്റിലെ വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് അതാണ് എക്സ്. സോ പി 1.02 മൈനസ് 1 ഡിവൈഡഡ് ബൈ 0.1. ഈ വാല്യൂ കണ്ടുപിടിക്കാം. 1.02 മൈനസ് 1 ബൈ 0.1, that is 0.02 by 0.1. 0.02 by 0.1. What is the value? 0.02 by 0.1. കിട്ടിയോ? It is 0.2, right? 0.2. Yes. P is equal to 0.2. അപ്പൊ പി ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അതിനുശേഷം പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡെൽറ്റ വൈ നോട്ട് കണ്ടുപിടിക്കണം, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ എത്ര വാല്യൂസ് ഉണ്ട് നോക്കാം. 1, 2, 3, 4, 5. അപ്പൊ നമുക്ക് ഡെൽറ്റ റേസ് ടു 4 വരെ കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഒരു 5 വാല്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡെൽറ്റ റേസ് ടു 4 വരെ വരും. 6 വാല്യൂസ് ഉണ്ടെങ്കിൽ ഡെൽറ്റ റേസ് ടു 5 വരെ കണ്ടുപിടിക്കണം. 7 വാല്യൂസ് ഉണ്ടെങ്കിൽ ഡെൽറ്റ റേസ് ടു 6 വരെ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ 5 വാല്യൂസ് ആണ് ഉള്ളത്. അതുകൊണ്ട് ഡെൽറ്റ വൈ നോട്ട് കണ്ടുപിടിക്കണം, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് കണ്ടുപിടിക്കണം, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് കണ്ടുപിടിക്കണം, ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, സോ അത് എങ്ങനെ കണ്ടുപിടിക്കും? അതിന് നമ്മൾ ഒരു ടേബിൾ വരയ്ക്കണം. ആ ടേബിളിന്റെ പേര് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ എന്നാണ്. ന്യൂട്ടൺസ് ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഓക്കെ, സോ അതാണ് ഞാൻ അടുത്ത് വരയ്ക്കാൻ പോകുന്നത്. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ ഞാൻ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എഴുതുക കേട്ടോ. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ. ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ വരയ്ക്കുമ്പോൾ ആദ്യത്തെ കോളം എക്സ് ആണ്, രണ്ടാമത്തെ കോളം വൈ ആണ്, മൂന്നാമത്തെ കോളം ഡെൽറ്റ വൈ ആണ്, നാലാമത്തെ കോളം ഡെൽറ്റ സ്ക്വയർ വൈ ആണ്. നമുക്ക് 4 വരെയാണ് വേണ്ടത്. അപ്പൊ 4 വരെ വരയ്ക്കണം. ഓക്കെ, നാലാമത്തെ കോളം ഡെൽറ്റ ക്യൂബ് വൈ ആണ്, പിന്നെ ഡെൽറ്റ റേസ് ടു 4y. ഇനിയിപ്പോ 5 വാല്യൂസ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 5 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ റേസ് ടു 5y കൂടെ വരയ്ക്കണം. 6 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ 5 വാല്യൂസ് ഉണ്ടെങ്കിൽ 6 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ 5 കൂടെ വരും. 7 വാല്യൂസ് തന്നിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ 6 കൂടെ വരും. ഇവിടെ 5 എണ്ണാണ് തന്നിട്ടുള്ളത്, ഡെൽറ്റ 4 വരെ വരുള്ളൂ. അപ്പൊ ആദ്യത്തെ കോളം എക്സ്, രണ്ടാമത്തെ കോളം വൈ,
മൂന്നാമത്തെ കോളം ഡെൽറ്റ വൈ എ, നാലാമത്തെ കോളം ഡെൽറ്റ സ്ക്വയർ വൈ എ, അഞ്ചാമത്തെ കോളം ഡെൽറ്റ ക്യൂബ് വൈ, പിന്നെ ഡെൽറ്റ റേസ്റ്റ് 4y. ഓക്കെ, ഇതിൽ നമുക്ക് തന്നിട്ടുള്ള എക്സ് വാല്യൂസ് ആദ്യം എഴുതുക. തന്നിരിക്കുന്ന എക്സ് വാല്യൂസ് ആദ്യം എഴുതുക. എക്സ് വാല്യൂസ് 1, 1.1, 1.2, ഇത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 1.3, 1.4. ഓക്കെ, ഇതിൽ y വാല്യൂസും തന്നിട്ടുണ്ട്, അതും എഴുതുക. 0.841, then 0.891, then ഓക്കെ, ഞാൻ ഒരു ചെറിയ തെറ്റ് പറ്റി. റോസ് വരയ്ക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. റോസ് വരയ്ക്കുമ്പോൾ ഒരെണ്ണം ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കണം. ഓക്കെ, റോസ് വരയ്ക്കുമ്പോൾ ഒരെണ്ണം ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കണം. എന്താ വെച്ചാൽ അവിടെ ഒരു ആവശ്യമുണ്ട് അങ്ങനെ വരയ്ക്കുന്നുണ്ട്. സോ കോളംസ് ഇങ്ങനെ തന്നെയാണ്, അതിൽ വ്യത്യാസമൊന്നുമില്ല. റോസ് വരയ്ക്കുമ്പോൾ ഒരു വാല്യൂ കഴിഞ്ഞ് അടുത്ത വാല്യൂ എഴുതുന്നതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണം. അടുത്തത് 1.1, പിന്നെ 1.2, അല്ല ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 1.2. പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ 1.3, പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ 1.4. ഓക്കെ, നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് വരയ്ക്കാം കേട്ടോ, സ്പേസ് കറക്റ്റ് ആവാത്തോണ്ടാണ്. ഇനി അടുത്ത് 1.1ന് നേരെ 0.891, പിന്നെ 0.932, ഇതൊക്കെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. 0.964, ലാസ്റ്റ് 0.985. സോ ഇത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഡെൽറ്റ വൈസ് കണ്ടുപിടിക്കണം. ഡെൽറ്റ വൈ കണ്ടുപിടിക്കാൻ ആദ്യം 0.891 മൈനസ് 0.841, അതായത് 1.1ലുള്ള വൈ വാല്യൂവിൽ നിന്ന് ഇത് മൈനസ് ചെയ്യാം. അത് 0.891 മൈനസ് 0.841 ചെയ്യാം. 0.891 മൈനസ് 0.841 ചെയ്യാം. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായോ? ഈ വാല്യൂ തമ്മിൽ മൈനസ് ചെയ്യാം. 0.891 മൈനസ് 0.841, അത് നിങ്ങൾക്ക് കിട്ടുക 0.050 കിട്ടും. 0.050. അടുത്തത് 0.932 മൈനസ് 0.891 ചെയ്യാം. 0.932 മൈനസ് 0.891, അത് നിങ്ങൾക്ക് കിട്ടുക 0.041 കിട്ടും. അടുത്ത് 0.964 മൈനസ്, അത് എഴുതാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വിടണമെന്ന് പറഞ്ഞത്. 0.964 മൈനസ് 0.932 ചെയ്യുക, അപ്പൊ നിങ്ങൾക്ക് 0.032 കിട്ടും. അടുത്ത് 0.985 മൈനസ് 0.964 ചെയ്യുക, അത് 0.021. Is it clear? ഡെൽറ്റ വൈസ് കണ്ടുപിടിക്കുന്നത് എല്ലാവർക്കും ക്ലിയർ ആയോ? ഡെൽറ്റ വൈസ് കണ്ടുപിടിക്കുന്നത് ക്ലിയർ ആയോ? ഓക്കെ, അതായത് 0.91 മൈനസ് 0.841 ചെയ്യുക, അപ്പൊ 0.050 കിട്ടും. 0.932 മൈനസ് 0.891 ചെയ്യുക, അപ്പൊ 0.041 കിട്ടും. 0.964 മൈനസ് 0.932 ചെയ്യുക, അപ്പൊ നമുക്ക് 0.032 കിട്ടും. 0.985 മൈനസ് 0.964 ചെയ്യുക, അപ്പൊ നമുക്ക് 0.021 കിട്ടും. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇത് തമ്മിൽ മൈനസ് ചെയ്യാം, അതാണ് ഡെൽറ്റ സ്ക്വയർ. അപ്പൊ 0.041 മൈനസ് 0.050 ചെയ്യുമ്പോൾ നെഗറ്റീവ് വരും, കാരണം ഇത് ചെറിയ വാല്യൂ ഇത് വലിയ വാല്യൂ ആണ്. അപ്പൊ തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ ഒരു നെഗറ്റീവ് വാല്യൂ വരും. സോ ഇറ്റ് ഈസ് മൈനസ് 0.009.
-0.009. അടുത്ത ഇത് തമ്മിൽ മൈനസ് ചെയ്യാം. അതും -0.032 -0.041 ചെയ്യുമ്പോൾ -0.009. അടുത്ത് 0.021 -0.032 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് -0.011 -0.011. ഇപ്പൊ ഡെൽറ്റ സ്ക്വയർ വൈ കിട്ടി. ഡെൽറ്റ സ്ക്വയർ വൈ ക്ലിയർ ആണോ? ചെയ്യണതെല്ലാം ക്ലിയർ ആണോ? എനി ഡൗട്ട്? മുഹ്സിന ക്ലിയർ ആണോ? ക്ലിയർ ആണ്. ഓക്കെ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഇതേ മൈനസ് ഇത് ചെയ്യാം. ഓക്കെ, ഇതേ മൈനസ് ഇത് ചെയ്യാം. -0.009 -0.009. അപ്പോ അത് പ്ലസ് ആയിട്ട് ഇത് 0 ആയി പോകും. ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കുമ്പോൾ 0 ആയിട്ട് പോകും. അടുത്ത് -0.011 -0.009 ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കിട്ടുക -0.002 -0.002. -0.011 -0.009 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക -0.002. എല്ലാം കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഇനി അടുത്തത് ഇത് നമ്മൾ ഡിഫറൻസ് ചെയ്യാം. അപ്പൊ -0.002 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -0.002 തന്നെ. ഓക്കെ, ഇത് ക്ലിയർ? ഈ ടേബിൾ വരച്ചാൽ തന്നെ 3-4 മാർക്ക് കിട്ടും കേട്ടോ. 7 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഒരു 4 മാർക്കൊക്കെ എന്തായാലും കിട്ടും. ഇക്വേഷനും കൂടെ എഴുതി 5 മാർക്ക് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിന് വാല്യൂ കണ്ടുപിടിക്കുന്നതിന് മാത്രം 2 മാർക്കാണ്. ഈ ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടേബിളിന് നല്ല മാർക്ക് ഉണ്ട്. ഓക്കെ, സോ ടേബിൾ എന്തായാലും മസ്റ്റ് ആയിട്ട് പഠിക്കണം, ടേബിൾ വരയ്ക്കാൻ. ഇനി ഇതിൽ നിന്നാണ് നമ്മൾ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ഒക്കെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ഈ വാല്യൂസ് മാത്രം നമ്മൾ ചൂസ് ചെയ്യാം. ടേബിളിൽ നിന്ന് ഈ വാല്യൂസ് മാത്രം ചൂസ് ചെയ്യാം. ടേബിളിൽ നിന്ന് ഈ വാല്യൂസ് മാത്രം ചൂസ് ചെയ്യാം. ഈ വാല്യൂവിനെ നമ്മൾ വൈ നോട്ട് എന്ന് വിളിക്കുക. ഈ വാല്യൂവിനെ നമ്മൾ ഡെൽറ്റ സ്ക്വയർ ഡെൽറ്റ വൈ നോട്ട് എന്ന് വിളിക്കുക. ഈ വാല്യൂവിനെ നമ്മൾ ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് വിളിക്കുക. ഈ വാല്യൂവിനെ നമ്മൾ ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എന്ന് വിളിക്കുക. ഈ വാല്യൂവിനെ നമ്മൾ ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് എന്ന് വിളിക്കുക. ക്ലിയർ? വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. ഇത് ഡെൽറ്റ ആണ് കേട്ടോ, ഇവിടെ സ്ക്വയർ ഇല്ല. ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്, ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട്. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇത് ചൂസ് ചെയ്യുക. ഈ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കുക. ഈ വാല്യൂസ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഞാനത് ക്ലിയർ ചെയ്യാൻ പോവാണ് ടേബിള്. ഓക്കെ, ഈ ടേബിൾ ഞാൻ ക്ലിയർ ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഇത് വാല്യൂസ് എല്ലാം ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വാല്യൂ കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. ഇക്വേഷൻ എന്തായിരുന്നു? yp is equal to y naught plus p into delta y naught plus p into p minus 1 by 2 factorial into delta square y naught plus etc. വേണമെങ്കിൽ ഒന്നുകൂടെ എഴുതാം. p into p minus 1 into ഇവിടെ നമുക്ക് ഡെൽറ്റ റേസ് ടു 4 വരെ ഉണ്ട്. അപ്പൊ അത് മുഴുവനായിട്ട് എഴുതാം. p minus 1 into p minus 2 divided by 3 factorial into delta cube y naught plus p into p minus 1 into p minus 2 into p minus 3 divided by 4 factorial into delta raised to 4 y naught. ഓക്കെ, ചെറിയ എഴുതാം. നമുക്ക് ഡെൽറ്റ റേസ് ടു 4 വരെയാണ് ഉള്ളത്. ഇനി ആ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. വൈ നോട്ടിന്റെ സ്ഥാനത്ത്
0.841 നമ്മൾ നേരത്തെ ടേബിളിൽ നിന്ന് നോക്കുക. പി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ട് 0.2 0.2 ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.050 പ്ലസ് 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് മൈനസ് 0.009. ഓക്കെ, പ്ലസ് അടുത്തത് 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ഇൻറ്റു 0.2 മൈനസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് 0 ആണ് അല്ലേ? 0 അല്ലേ? ഞാൻ ടേബിൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. 0 അല്ലേ? അല്ലേ? ഹലോ, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് 0 അല്ലേ? Please help me. Okay. സോറി കേട്ടോ, നെറ്റ്വർക്ക് ഒന്ന് ഡിസ്കണക്ട് ആയതാണ്. സോറി. ഓക്കെ, സോ നമ്മൾ എവിടെ വരെ കേട്ടത്? നമ്മൾ ആ ടേബിള് കംപ്ലീറ്റ് ആക്കിയില്ലേ? കംപ്ലീറ്റ് ആക്കി. ഓക്കെ, സോ ടേബിൾ വരച്ച ശേഷം നമ്മൾ ഈ ഇക്വേഷൻ എഴുതാം. നമ്മുടെ yp ഈസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർവേഡ് ഡിഫറൻസിന്റെ ഇക്വേഷൻ, ഫോർവേഡ് ഇന്റർപോളേഷന്റെ ഇക്വേഷൻ. yp ഈസ് ഈക്വൽ ടു y നോട്ട് പ്ലസ് പി ഇൻറ്റു ഡെൽറ്റ വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് പ്ലസ് പി ഇൻറ്റു പി മൈനസ് 1 ഇൻറ്റു പി മൈനസ് 2 ഇൻറ്റു പി മൈനസ് 3 ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് വരെ. അതായത് ഡെൽറ്റ റേസ് ടു 4 വരെ നമ്മൾ എഴുതണം. കാരണം ഡെൽറ്റ റേസ് ടു 4 വരെ നമ്മുടെ ടേബിളിലുണ്ട്. മനസ്സിലായോ? അപ്പൊ ഡെൽറ്റ റേസ് ടു 5 വരെ ഉണ്ടെങ്കിൽ അത്രയും എഴുതണം. അത്രയും ലെങ്ത് ഇത് അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ഡെൽറ്റ റേസ് ടു 4 വരെയൊക്കെ തന്നെ മാക്സിമം വരാറുള്ളൂ. സോ ഡെൽറ്റ റേസ് ടു 4 വൈ നോട്ട് വരെ ഇക്വേഷൻ എഴുതാം. ഞാൻ പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഓക്കെ, സോ അതിനുശേഷം നമ്മൾ വൈ നോട്ടിന്റെ വാല്യൂ ടേബിളിൽ നോക്കുക. വൈ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഡെൽറ്റ വൈ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പി നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 0.2. അതിനുശേഷം പി ഇൻറ്റു പി മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ. അപ്പോൾ 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്. ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് എന്ന് പറയുന്നത് മൈനസ് 0.009 ആണ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ ടേബിളിൽ നമ്മുടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്തത് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് എത്രയാ? ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ആരെങ്കിലും ഒന്ന് പറയോ? ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് 0 ആണ്. ഓക്കെ, 0 പ്ലസ് അടുത്ത് 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ഇൻറ്റു 0.2 മൈനസ് 2 ഇൻറ്റു 0.2 മൈനസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ഇൻറ്റു നമ്മൾ എന്തും കൂടെ വരും, മൈനസ് 0.002 വരും. ഓക്കെ, സോ ഈ വാല്യൂ കണ്ടുപിടിച്ചാൽ നമ്മുടെ ആൻസർ ആയി. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്യുക, ഓരോ ടേം ആയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, ഓരോ ടേം ആയിട്ട് കണ്ടുപിടിച്ചാൽ ആൻസർ ആയി. ഒന്ന് കണ്ടുപിടിച്ചാൽ എല്ലാവരും നോക്കട്ടെ കാൽക്കുലേറ്ററിൽ.
ആദ്യം 0.841 അതവിടെ ഇരിക്കട്ടെ, ഈ വാല്യൂ കണ്ടുപിടിക്കുക. അതിനുശേഷം ഈ വാല്യൂ കണ്ടുപിടിക്കുക. പിന്നെ ഈ വാല്യൂ, ഇത് 0 ആയതുകൊണ്ട് ഇത് കണ്ടുപിടിക്കണ്ട. പിന്നെ ഈ വാല്യൂ കണ്ടുപിടിക്കുക. എന്നിട്ട് എല്ലാം കൂടെ കൂട്ടുക. അപ്പൊ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം കേട്ടോ. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യാം. ഓക്കെ. മനസ്സിലായോ? ചെയ്യേണ്ടത് മനസ്സിലായോ എല്ലാവർക്കും? ഇതാണ് ഫോർവേഡ് ഇന്റർപ്രഷൻ. എല്ലാ ക്വസ്റ്റിനും ഇതേ പാറ്റേൺ ആണ്, വ്യത്യാസമൊന്നുമില്ല. സെയിം പ്രൊസീജിയർ ആണ്. ഈ ഇക്വേഷൻ മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഈ ഇക്വേഷൻ തെറ്റിക്കാൻ ഞാൻ മതി. ഓക്കെ, ഈ ഇക്വേഷൻ തെറ്റിക്കാൻ ഞാൻ മതി. ഓക്കെ, ജസ്റ്റ് മിനിറ്റ്. എല്ലാവരും വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാൻ ഞാൻ പറയാം. ഇത് ആൻസർ കിട്ടിയോ? ചെയ്തുകൊണ്ടിരിക്കുകയാണ് സർ. ആ, എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അത് 0.841 പ്ലസ് 0.2 ഇൻറ്റു 0.050 പ്ലസ് 0.2 ഇൻറ്റു 0.2 മൈനസ് 1/2 ഫാക്ടോറിയൽ ഇൻറ്റു മൈനസ് 0.009 പ്ലസ് 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ഇൻറ്റു 0.2 മൈനസ് 2. ഇത് ചെയ്യണ്ട, ഇൻറ്റു 0 ആണ്, ഇതുകൊണ്ട് ചെയ്യണ്ട. അടുത്ത് 0.2 ഇൻറ്റു 0.2 മൈനസ് 1 ഇൻറ്റു 0.2 മൈനസ് 2 into 0.2 minus 3 divided by 4 factorial into minus 0.002. കിട്ടിയോ? ആർക്കെങ്കിലും ആൻസർ കിട്ടിയോ? അർച്ചനയ്ക്ക് കിട്ടിയോ? സർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കിട്ടിയോ ഒന്ന് പറയണേ ആൻസർ. സർ അവസാനം 0.002 ഇല്ലേ? 0.002 ഉണ്ട്. ഇത് അത് ഞാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് താഴേക്ക് എഴുതിയാണ്. ഈ സാധനം ഇൻറ്റു മൈനസ് 0.002. സാർ തുടക്കം 6.68 ആണോ? ഇല്ല, അത് 0.
0.852 ആണ് വരിക. 0.852 അതിനവിടെ അടുത്ത ഏതെങ്കിലും വാല്യൂ കിട്ടും. 0.852 ആർക്കെങ്കിലും കിട്ടിയോ? നിങ്ങൾ ഓരോ ടേം ആയിട്ട് കാണണം, അല്ലെങ്കിൽ ഉത്തരം തെറ്റിട്ടോ. ആദ്യം ഇത് കണ്ടുപിടിക്കുക, പിന്നെ ഇത് കണ്ടുപിടിക്കുക, ഇതൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചാൽ മതി. പിന്നെ ഇത് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യാം. ഓക്കെ, .85178 ആണോ സർ? ഓക്കെ, കറക്റ്റ് ആണ്. 0.85178. സോ ദിസ് ഇസ് കറക്റ്റ് ആൻസർ. ഇതിന് നമുക്ക് വേണമെങ്കിൽ 0.852 3 ഡിജിറ്റ്സിലേക്ക് റൗണ്ട് ചെയ്യാം. ഓക്കെ, 85178 is correct. സോ ദാറ്റ് ഈസ് എ മെത്തേഡ്. ഓക്കെ, എല്ലാവരും ഇത് ചെയ്ത് നോക്കിയാൽ കിട്ടും. ഇത് എനിക്കിപ്പോ ഇതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ തന്നെ അത് കാൽക്കുലേറ്ററിൽ കറക്റ്റ് ആയിട്ട് വാല്യൂസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കേണ്ടത് ഈ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ പഠിക്കണം, ആ ടേബിളും കറക്റ്റ് ആയിട്ട് വരയ്ക്കും. അപ്പൊ ആ ടേബിളിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ വാല്യൂസ് കിട്ടുക. ഡെൽറ്റ വൈ നോട്ട്, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട്, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട്, ഡെൽറ്റ റേസ്റ്റ് 4 വൈ നോട്ട് ഒക്കെ നിങ്ങൾക്ക് ടേബിളിൽ നിന്നാണ് കിട്ടുക. ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ തരാം. Using Newton's forward interpolation, find 1.5 from the following data. ഇത് ടഫ് ഒന്നുമല്ല, ഇത് വളരെ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. ഇതിൽ വലിയ ട്വിസ്റ്റ് ആയിട്ടൊന്നും ചോദ്യം വരാനില്ല. എക്സ് 0 1 2 3 4 f of x 85 8.3 869.6 880.9 892.3 903.6. Okay, 858.3 869.6 880.9 892.3 903.6. ഓക്കെ, ഇത് ഇതേപോലെ ചെയ്യാം കേട്ടോ. ഇതേപോലെ ആദ്യം പി കണ്ടുപിടിക്കുക, അതിനുശേഷം ഫോർവേഡ് ഡിഫറൻസ് ടേബിൾ വരയ്ക്കുക. എന്നിട്ട് അതിന് ഇവിടെയും 5 വാല്യൂസ് ആണുള്ളത്. അപ്പൊ നിങ്ങൾ ഡെൽറ്റ വൈ നോട്ട് ഉണ്ടാവും, ഡെൽറ്റ സ്ക്വയർ വൈ നോട്ട് ഉണ്ടാവും, ഡെൽറ്റ ക്യൂബ് വൈ നോട്ട് ഉണ്ടാവും, ഡെൽറ്റ റേസ്റ്റ് 4 വൈ നോട്ട് ഉണ്ടാവും. 4 എണ്ണം ഉണ്ടാവും. ഓക്കെ, നേരത്തെ അതേപോലെ തന്നെ ഇത് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. ഇതിന്റെ ആൻസർ ഞാൻ പറയാം. നിങ്ങൾക്ക് കിട്ടുന്ന ആൻസർ 875.2 ആയിരിക്കും. ഇതാണെങ്കിൽ കറക്റ്റ് ആൻസർ ആണ്. ഇതിനോട് അടുത്ത ഏതെങ്കിലും വാല്യൂ, ഓക്കെ, എക്സാക്ട്ലി ഈ വാല്യൂ ആവണമെന്നില്ല, ഇതിനോട് അടുത്ത ഒരു വാല്യൂ കിട്ടും 875.2. ഓക്കെ, ക്ലിയർ ആണോ? മെത്തേഡ് ആർക്കെങ്കിലും സംശയം ഉണ്ടോ? ഈ ചെയ്തതിൽ ഏതെങ്കിലും സ്റ്റെപ്പ് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഫൈൻ. നമുക്ക് ഒരു പ്രോബ്ലം കൂടെ ചെയ്യാം. ഇതിന്റെ തന്നെ ഫോർവേഡ് ഡിഫറൻസിന്റെ ഒരു പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു. അറ്റൻഡൻസ് ഒന്നും എടുക്കില്ല. എനിക്ക് ആരൊക്കെയുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാം. ഗൂഗിള്, അർച്ചന, മുസീന, സഫീര, സനു, ശ്രീജി, ഇവർക്ക് മാത്രമേ അറ്റൻഡൻസ് കിട്ടുള്ളൂ കേട്ടോ. ഓക്കെ, റെഗുലർലി അറ്റൻഡ് ചെയ്യണ കുറച്ച് പേരുണ്ട്, അവർക്ക് അറ്റൻഡൻസ് കിട്ടും. അല്ലാത്തവർക്കൊന്നും അറ്റൻഡൻസ് കിട്ടില്ല.
ഹലോ ഹലോ ആരാ?